ഹേയ് ഓൾ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ 4x4 ഫോട്ടോ ഫ്രെയിം എങ്ങനെ ക്യാൻവ യൂസ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പ് ചാനലൊന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ തുടങ്ങല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് ക്യാൻവ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് വരുന്ന ഫ്രെയിമിൽ ക്രിയേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് കസ്റ്റം സൈസ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ആ കസ്റ്റം സൈസ് എന്നത് ക്ലിക്ക് ചെയ്താൽ നമുക്ക് നമ്മുടെ മിനി ഫ്രെയിം അവിടെ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അതിൽ യൂണിറ്റ്സ് എന്നത് ഇഞ്ച് എന്നും വിഡ്ത്ത് ഹൈറ്റ് 4 എന്നിട്ട് ക്രിയേറ്റ് ന്യൂ ഡിസൈൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്രിയേറ്റായി വരുന്ന സ്ക്രീനിൽ ക്യാമറ റോൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സെലക്റ്റായ ഫോട്ടോസൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോസിൽ നമുക്ക് വേണ്ട ഫോട്ടോ ആഡ് ടു പേജ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഫോട്ടോസ് നമ്മുടെ സ്ക്രീനിൽ വരും. ആ സ്ക്രീനിൽ വന്ന ഫോട്ടോ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ ഒന്ന് ഡ്രാഗ് ചെയ്ത് സെറ്റാക്കി കൊടുക്കുക. അപ്പോൾ നമുക്ക് വേണ്ട രൂപത്തിൽ സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മളത് സേവ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് മുകളിൽ കാണുന്ന ഡൗൺലോഡ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഫോട്ടോ ഡൗൺലോഡായിട്ട് കിട്ടുന്നതാണ്. ഡൗൺലോഡ് ചെയ്ത ഫോട്ടോ നമുക്ക് പിക്ചറായിട്ടും അതുപോലെ തന്നെ PDF ആയിട്ടും ഒക്കെ സേവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഫോട്ടോ ആയിട്ട് സേവ് ചെയ്താലാണ് നമുക്കത് പിന്നീട് എഡിറ്റ് ചെയ്യുമ്പോൾ A4-ലും A3-ലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനിവിടെ ഫോട്ടോ ആയിട്ടാണ് സേവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വേറൊരു ഫോട്ടോ കൂടെ ഞാൻ ഇതേപോലെ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ സെലക്ട് ചെയ്ത് ഇതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഈ 2 ഫ്രെയിമിൻ്റെയും ഫൈനൽ ലുക്ക് ഇതാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ അറിയാനോ ചോദിക്കാനോ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ.